നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഗാസയിൽ ആക്രമണം തുടർന്ന് ഇസ്രയേൽ. 5 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു. ലക്ഷ്യം ഹമാസ് എന്ന് ഇസ്രയേൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നിർത്തിവെക്കണമെന്ന ആവശ്യം. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ ഡൽഹിയിൽ വൻ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ചിൽ സംഘർഷം. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു. ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമെന്ന് രാഹുൽ ഗാന്ധി. വോട്ടർ പട്ടിക തയ്യാറാക്കിയത് കോൺഗ്രസ് കാലത്തെന്ന് പറഞ്ഞ കർണാടക മന്ത്രി KN രാജണ്ണയെ പുറത്താക്കി കോൺഗ്രസ് നേതൃത്വം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ പുതിയ സർക്കുലർ വിവാദത്തിൽ. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14-ന് സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാൻ നിർദ്ദേശം. സർക്കുലർ ഭരണഘടനാ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി. സർക്കാരിന് സമാന്തരമായി ഗവർണർ തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. വരുമാനം കൂട്ടാൻ ബെവ്കോ. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് സർക്കാരിനോട് അനുമതി തേടി. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ നൽകിയാൽ 500 കോടി അധിക വരുമാനം ലഭിക്കുമെന്ന് MD ഹർഷിത അട്ടല്ലൂരി. ഓൺലൈൻ മദ്യവിൽപ്പന സർക്കാർ അനുവദിച്ചാൽ ഉടൻ നടപ്പാക്കുമെന്നും MD. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ തേടി കേരളം. 6000 കോടി രൂപ അധിക വായ്പയായി അനുവദിക്കണമെന്ന് കേന്ദ്ര ധനമന്ത്രിക്ക് KN ബാലഗോപാലിന്റെ കത്ത്. കടമെടുപ്പ് പരിധിയിൽ നിന്ന് 3323 കോടി രൂപ വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യം. ഗാസയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഇസ്രയേൽ ആക്രമണം. അൽ ജസീറയുടെ റിപ്പോർട്ടറും ക്യാമറാമാനും ഉൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. അൽ-ഷിഫ ആശുപത്രിയുടെ പ്രധാന കവാടത്തിൽ മാധ്യമപ്രവർത്തകർക്കായുള്ള ടെന്റിൽ ഇരിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായതെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കറസ്പോണ്ടന്റായ അനസ് അൽ ഷെരീഫ്, മുഹമ്മദ് ഖ്രീഖ്, ക്യാമറാമാൻമാരായ ഇബ്രാഹിം സഹർ, മുഹമ്മദ് നൌഫൽ, മോമെൻ അലീവ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അൽ-ഷിഫ ആശുപത്രി ഗേറ്റിന് സമീപം ഇവർ കഴിഞ്ഞിരുന്ന ടെന്റിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഗാസ മുനമ്പിൽ സംഭവിക്കുന്നത് എന്ത് എന്ന് ലോകത്തെ അറിയിക്കാനുള്ള ഒരേ ഒരു ശബ്ദമായിരുന്നു മാധ്യമപ്രവർത്തകനായ അൽ ഷെരീഫിന്റേതെന്ന് അൽ ജസീറ അധികൃതർ പറയുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഒരു യൂണിറ്റിനെ നയിച്ചിരുന്നത് അൽ ഷെരീഫ് എന്നാണ് ഇസ്രയേലിന്റെ ആരോപണം. കൊല്ലപ്പെട്ട അൽ ഷെരീഫിനെ പത്രപ്രവർത്തകനായ വേഷം മാറിയ ഹമാസ് ഭീകരൻ എന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിച്ചത്. കൊല്ലപ്പെട്ട മറ്റു മാധ്യമപ്രവർത്തകരെ കുറിച്ച് ഇസ്രയേൽ മൗനം പാലിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിട്ടുണ്ട്. മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള നഗ്നവും ആസൂത്രിതവുമായ ആക്രമണമാണിതെന്ന് അൽ ജസീറ പ്രസ്താവനയിൽ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം 230-ലധികം മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര മാധ്യമപ്രവർത്തകരെ സ്വതന്ത്ര റിപ്പോർട്ടിംഗ് നടത്താൻ ഗാസയിലേക്ക് ഇസ്രായേൽ പ്രവേശിപ്പിച്ചിരുന്നില്ല. അതിനാൽ അവിടുത്തെ വാർത്തകൾക്ക് അൽ ഷെരീഫ് ഉൾപ്പെടെയുള്ള പ്രാദേശിക റിപ്പോർട്ടർമാരെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സമീപിച്ചിരുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ ചർച്ച നടത്തിയ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യുക്രൈൻ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും റഷ്യ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് മോദിയോട് വിശദീകരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് പരിമിതപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മോദിയോട് ചൂണ്ടിക്കാട്ടിയതായി സെലൻസ്കി വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് സെലൻസ്കിയും മോദിയും തമ്മിലുള്ള ചർച്ച. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എംപിമാർ നടത്തിയ മാർച്ചിൽ നാടകീയ രംഗങ്ങൾ. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുമായുള്ള കൂടിക്കാഴ്ച പ്രതിപക്ഷം ഉപേക്ഷിച്ചു. പാർലമെന്റ് പരിസരത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു പ്രകടനം നടന്നത്. മലയാളം അടക്കമുള്ള ഭാഷകളിൽ വോട്ട് മോഷണം എന്നെഴുതിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അഖിലേഷ് യാദവ്, കനിമൊഴി, സുപ്രിയ സുലെ തുടങ്ങിയ മുൻനിര നേതാക്കളടക്കം 300 എംപിമാരാണ് മാർച്ചിൽ പങ്കെടുത്തത്. മോദി ചോർഹെ എന്നതടക്കമുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ 11:30 പാർലമെന്റിൽ നിന്ന് കാൽനടയായി ആരംഭിച്ച മാർച്ച് ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. പിരിഞ്ഞു പോകണമെന്ന് പോലീസ് എംപിമാരോട് ആവശ്യപ്പെട്ടു. എന്നാൽ എംപിമാർ തയ്യാറായില്ല.
മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എംപിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച എംപിമാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭരണഘടന ഉയർത്തിപ്പിടിച്ച് പ്രിയങ്ക പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത തകർക്കരുതെന്ന് ശശി തരൂർ പ്രതികരിച്ചു. The Election Commission, I believe, not only has a responsibility to the nation, but it has a responsibility to itself. That there should not be any doubts left in the minds of the public. മാർച്ചിനിടെ ബഹുവ മൊയ്ത്ര എംപിക്ക് ദേഹാസ്വാസ്ഥ്യമുണ്ടായി. ചികിത്സ നൽകണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. ഇത് രാഷ്ട്രീയ പോരാട്ടമല്ലെന്നും ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. एक्चुअली बात नहीं कर सकते, रियलिटी ये है क्योंकि सच्चाई देश के सामने है और ये जो लड़ाई है ये राजनीतिक नहीं है, ये कॉन्स्टिट्यूशन की लड़ाई है, कॉन्स्टिट्यूशन को बचाने की लड़ाई है, वन मैन वन वोट की लड़ाई है. കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് സമയം അനുവദിച്ചിരുന്നു. എന്നാൽ കമ്മീഷനെ കാണുന്നതിൽ നിന്ന് പ്രതിപക്ഷ എംപിമാർ പിന്മാറി. എല്ലാ എംപിമാരെയും കമ്മീഷണർമാരെ കാണാൻ അനുവദിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ 30 പേരെ അനുവദിക്കുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു പിന്മാറ്റം. കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ മണ്ഡലത്തിൽ നടന്ന വോട്ടർ പട്ടിക ക്രമക്കേട് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. വിഷയമുയർത്തി രാഷ്ട്രീയ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിപക്ഷ എംപിമാർ മാർച്ച് നടത്തിയത്. കർണാടക ചീഫ് ഇലക്ടറൽ ഓഫീസർ രാഹുലിന്റെ ആരോപണം തള്ളിയിരുന്നു. തെളിവ് ഹാജരാക്കാൻ രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന സമരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൃശൂരിൽ വ്യാപകമായി വ്യാജ വോട്ടുകൾ ചേർത്തു. കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ പാർട്ടി ശ്രമിക്കും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ ജാഗരൂകരായിരിക്കണം. വോട്ടർ പട്ടിക പുറത്തു വന്നാൽ പ്രത്യേക പരിശോധന നടത്തുമെന്നും VD സതീശൻ തൃശൂരിൽ പറഞ്ഞു. വ്യാപകമായി വോട്ട് ചേർക്കപ്പെട്ടിട്ടുണ്ട്, വ്യാജ വോട്ടർ ചേർക്കപ്പെട്ടിട്ടുണ്ട് പല വീടുകളിലും. ഇപ്പോൾ രാഹുൽ ഗാന്ധി എടുത്തു കാണിച്ച ഒറ്റമുറിയിലുള്ളൊരു വീട്ടിൽ 60 പേരെയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലത്തെ സംഭവങ്ങൾ തൃശ്ശൂരിൽ ഈ ടൗണിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. വ്യാപകമായി പ്ലാൻ ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയ തലത്തിൽ പല സംസ്ഥാനങ്ങളിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും കർണാടകത്തിലും എല്ലാം നടപ്പാക്കിയ സംവിധാനം കേരളത്തിൽ തൃശ്ശൂരിലാണ് BJP നടപ്പിലാക്കിയത്. അതിൻ്റെ മുഴുവൻ വിവരങ്ങളും പുറത്തു കൊണ്ടുവരും. കോൺഗ്രസ് പാർട്ടിയും അതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകളുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾ തന്നെ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഭവങ്ങളാണ്. അത് അവിടെ നടത്തിയ വലിയ തോതിലല്ലെങ്കിൽ പോലും ഇവിടെ വ്യാപകമായി തൃശ്ശൂരിൽ അത് നടത്തിയിട്ടുണ്ട്. അത് ഒരു രഹസ്യവും മൂടിവെക്കാൻ പറ്റില്ല. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ടുകൾ ചേർത്തതായി പരാതി. പൂങ്കുന്നത്തെ ഫ്ളാറ്റിൽ ഉടമയറിയാതെ 9 കള്ളവോട്ടുകൾ ചേർത്തുവെന്ന് ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറയുന്നു. ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റിലെ 4C എന്ന ഫ്ളാറ്റിലാണ് ക്രമക്കേട് നടന്നത്. വീട്ടിൽ തനിക്ക് മാത്രമാണ് വോട്ടുള്ളതെന്നും ബാക്കി അംഗങ്ങൾക്ക് പൂച്ചിന്നിപ്പാടത്താണ് വോട്ടെന്നും ബാക്കിയുള്ളവ ആര് ചേർത്തുവെന്ന് അറിയില്ലെന്നും കള്ളവോട്ടുകളെക്കുറിച്ച് പരാതി നൽകിയിരുന്നുവെന്നും ഫ്ളാറ്റ് ഉടമ പ്രസന്ന പറഞ്ഞു. ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ 4Cയുടെ പേരിൽ 9 വോട്ട് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം വോട്ടുള്ളൂ. ഞങ്ങൾക്ക് പൂച്ചിനിപ്പാടത്താണ് ഞങ്ങളുടെ തറവാടും കാര്യങ്ങളൊക്കെ, അവിടെയാണ് ഞങ്ങൾക്ക് വോട്ട്. അപ്പോൾ എൻ്റെ പേര് മാത്രം ഉണ്ടായിരുന്നില്ല അവിടെ വോട്ട് വന്നപ്പോൾ. അങ്ങനെയാണ് ഇവിടെ എൻ്റെ പേര് ചേർത്തത് കഴിഞ്ഞ പ്രാവശ്യം. തൃശൂർ അയ്യന്തോൾ, കാഞ്ഞിരപ്പള്ളത്തെ വാട്ടർ ലില്ലി, പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജ്, ഇൻലാൻഡ്, ഉദയാനഗർ തുടങ്ങിയ ഫ്ളാറ്റുകളിലെ ക്രമക്കേടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടങ്ങളിലെ വലിയൊരു വിഭാഗം ഫ്ളാറ്റുകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇതിന്റെ മറവിലാണ് വോട്ടർ പട്ടികയിൽ ഈ ഫ്ളാറ്റുകളുടെ അഡ്രസ് നൽകി വോട്ട് ചേർത്തിരിക്കുന്നത്. വോട്ടർ പട്ടികയിലെ ചട്ടങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഘൂകരിച്ചുവെന്നും മിസ് കോൾ അടിച്ചാൽ BJP മെമ്പർഷിപ്പ് കിട്ടുന്നത് പോലെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതെന്നും VS സുനിൽകുമാർ പറഞ്ഞു. ഇത്രയും ഗുരുതരമായ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സുവോമൊട്ട് അന്വേഷിക്കുമെന്ന് പ്രഖ്യാപിക്കലാണ് അതിൻ്റെ സൗന്ദര്യം ശരിയെന്ന് പറയുന്നത്. അതിന് പകരം ഞങ്ങളൊക്കെ ഇനി സത്യവാങ്മൂലം കൊടുത്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സത്യവാങ്മൂലം കൊടുത്തിട്ടാണെങ്കിലും ഈ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവരും. ഈ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ കൊണ്ടുവന്നാൽ ഇവിടെയുള്ള ഇലക്ഷൻ ക്യാൻസലാക്കാൻ വേണ്ടിയൊന്നല്ല ഞാൻ പറയുന്നത്. അതിനുവേണ്ടിയുള്ള കേസ് വേറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈക്കോടതിയിൽ ആ കേസ് കൊടുത്തിട്ടുണ്ട്. രാജ്യത്തുടനീളം BJP നടത്തിയ തിരഞ്ഞെടുപ്പ് അട്ടിമറി തൃശൂരിലും നടന്നുവെന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും ആരോപിച്ചു.
ഇത് ചേർത്തുന്ന സമയത്ത് ഉത്തരവാദിത്തത്തിലുണ്ടായിരുന്ന BLOമാർ തൊട്ട് ജില്ലാ കളക്ടർ വരെയുള്ളവരുടെ നടപടികൾ അതാണ് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്രമക്കേട് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച രാജ്യവ്യാപകമായിട്ട് നടക്കുന്ന ക്രമക്കേട് എന്നുള്ളത് കാണിക്കുമ്പോൾ ഇങ്ങ് അറ്റത്ത് കേരളത്തിലെ BJPയുടെ ഒരു MP ജയിച്ച തൃശ്ശൂരിലും അതുണ്ട് എന്നുള്ളത് ഞങ്ങളതിൻ്റെ പ്രാഥമികമായ ആ തെളിവ് സഹിതം ഞങ്ങൾ പറയാം. തൃശൂരിലെ ജനവിധി അട്ടിമറിച്ചുവെന്നും കൗണ്ടിംഗ് ദിവസം മുതൽ അട്ടിമറി ശ്രമം നടന്നിരുന്നുവെന്നും K. മുരളീധരനും ആരോപിച്ചു. ഇതിലെ വ്യക്തമായിട്ടുള്ള ഗൂഢാലോചന ഞങ്ങൾ അന്ന് തന്നെ സൂചിപ്പിച്ച ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് ആദ്യം പരാതി പറഞ്ഞ UDF ആണ്. ഇന്ന് അത് വ്യക്തമായി അത് തെളിയിക്കുന്ന രേഖകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജനവിധി അട്ടിമറിച്ച വോട്ടുകൾ മറ്റു ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് മാറ്റിച്ചേർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാജ മേൽവിലാസം ഉണ്ടാക്കിയിരുന്നവരെ യഥാർത്ഥ ഫ്ളാറ്റ് ഉടമയ്ക്ക് പരിചയം പോലുമില്ല എന്നതാണ് വിഷയം ഗൗരവമാക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. വോട്ടർ പട്ടിക ക്രമക്കേടിൽ കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കി വിവാദ പരാമർശം നടത്തിയ കർണാടക മന്ത്രി KN രാജണ്ണയെ പുറത്താക്കി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും വേണ്ട സമയത്ത് പരാതി അറിയിച്ചില്ലെന്നുമുള്ള രാജണ്ണയുടെ പരാമർശമാണ് വിവാദമായത്. വോട്ടർ പട്ടികയിൽ രാജ്യവ്യാപകമായി ക്രമക്കേട് നടന്നെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ദേശീയതലത്തിൽ സുപ്രധാന നീക്കങ്ങൾ നടത്തുമ്പോഴാണ് സ്വന്തം പാർട്ടിയിലെ മന്ത്രി തന്നെ നേതൃത്വത്തെ വെട്ടിലാക്കി രംഗത്തെത്തിയത്. കോൺഗ്രസ് ഭരണകാലത്താണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയതെന്നും വേണ്ട സമയത്ത് പരാതി അറിയിച്ചില്ലെന്നുമാണ് രാജണ്ണ പറഞ്ഞത്. പിന്നാലെ പ്രസ്താവന വിവാദമായി. ഒടുവിൽ രാജി ചോദിച്ചു വാങ്ങുന്നതിലേക്ക് കാര്യങ്ങളെത്തി. രാജണ്ണയുടെ മകൻ രാജേന്ദ്രയാണ് മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയതെന്നാണ് സൂചന. അതേസമയം നാടകീയ സംഭവങ്ങളാണ് നിയമസഭയിൽ അരങ്ങേറിയത്. രാജിവെച്ചിട്ടില്ലെന്ന് രാജണ്ണ നിയമസഭയിൽ പറഞ്ഞു. മുഖ്യമന്ത്രി പ്രസ്താവന നടത്തുമെന്നും വ്യക്തമാക്കി. രാജിയിൽ വ്യക്തത വേണമെന്ന് പ്രതിപക്ഷ BJP നേതാക്കളും ആവശ്യപ്പെട്ടു. എന്നാൽ മന്ത്രിയുടെ രാജി സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവന നിയമസഭയിൽ നടത്തേണ്ട ബാധ്യത മുഖ്യമന്ത്രിക്കില്ലാത്തതിനാൽ സിദ്ധരാമയ്യ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ വിശ്വസ്തനാണ് രാജണ്ണ. വസ്തുത അറിയാതെ രാജണ്ണയോട് ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് നേരത്തെ DK ശിവകുമാർ ആവശ്യപ്പെട്ടിരുന്നു. Minister KN Rajanna is totally false. He doesn't know. My chief minister will reply to it, and my party high command. And your party leader has my party, Delhi, and the chief minister will react to it. ഉപമുഖ്യമന്ത്രി ശിവകുമാറിനെ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്നെ മാറ്റണമെന്ന് രാജണ്ണ ആവശ്യപ്പെട്ടിരുന്നു. കോൺഗ്രസ് സർക്കാരിൽ നേതൃമാറ്റമുണ്ടാകുമെന്നും സെപ്റ്റംബറിൽ സുപ്രധാന സംഭവ വികാസം ഉണ്ടാകുമെന്നുമുള്ള രാജണ്ണയുടെ പ്രസ്താവന വിവാദമായിരുന്നു. സത്യം പറഞ്ഞതിന് രാജണ്ണയ്ക്ക് വലിയ വില നൽകേണ്ടി വന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്ര പ്രതികരിച്ചു. It's the responsibility of Rahul Gandhi as well as Siddaramaiah and DK Shivakumar to give the response. But without doing this, since Rajanna has spoken truth, since Rajanna, the senior minister, has exposed the ruling Congress party. News Desk, Amrita TV. വിവാദ സർക്കുലറുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. വിഭജന ഭീതിയുടെ അനുസ്മരണ ദിനമായ ഓഗസ്റ്റ് 14 സർവകലാശാലകളിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് നിർദ്ദേശം. മുഴുവൻ സർവകലാശാല VC-മാർക്കും ഗവർണർ സർക്കുലർ നൽകിയിട്ടുണ്ട്. വിവിധ സെമിനാറും വിഭജന ഭീതി പ്രമേയമാക്കുന്ന നാടകങ്ങളും പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ കഴിയുന്ന മട്ടിൽ സംഘടിപ്പിക്കണമെന്നാണ് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് നൽകിയ സർക്കുലറിലുള്ള നിർദ്ദേശം. അർഹമായ പ്രാധാന്യത്തോടെ ഈ ദിവസം ഓർമ്മപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. രാജ്ഭവനിൽ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഗവർണറുടെ നീക്കം. സർവകലാശാലകളിലെ താൽക്കാലിക VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കവും ഭരണപ്രതിസന്ധിയും പരിഹരിക്കാൻ സർക്കാർ ശ്രമം തുടരുന്നതിനിടയിലാണ് ഗവർണറുടെ ഉത്തരവ്. എല്ലാ വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും ദിനാചരണത്തിൽ പങ്കെടുക്കണമെന്നാണ് സർക്കുലറിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വിഭജന ഭീതി ദിനം ആചരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പ്രഖ്യാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്വാതന്ത്ര്യത്തിന് 78 വയസ്സാകുമ്പോൾ ഓഗസ്റ്റ് 15 പുറമെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധികേന്ദ്രങ്ങളുടേതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുസൃതമായ പ്രവർത്തന പദ്ധതികൾ രാജ്ഭവനിൽ നിന്നും പുറപ്പെടുവിക്കുന്ന നിലപാട് ഭരണഘടനാ വിരുദ്ധമാണ്. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ അയച്ച ഗവർണറുടെ നടപടി പ്രതിഷേധാർഹമാണ്. അത്തരമൊരു അജണ്ട നടപ്പാക്കാനുള്ള വേദിയായി നമ്മുടെ സർവകലാശാലകളെ വിട്ടുകൊടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിലൂടെ പറഞ്ഞു.
വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനത്തിനെതിരെ പ്രതിഷേധവുമായി ഭരണപ്രതിപക്ഷം. സർക്കുലർ ഭരണഘടനാ വിരുദ്ധമെന്നും സർവകലാശാലകളെ RSS അജണ്ടയ്ക്ക് വിട്ടുകൊടുക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിന് സമാന്തരമായി തീരുമാനമെടുക്കാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. വിഭജന ഭീതി ദിനം നെറികെട്ട ദേശദ്രോഹ നിർദ്ദേശമെന്ന് ബിനോയ് വിശ്വവും വിമർശിച്ചു. ഓഗസ്റ്റ് 14 വിഭജന ഭീതിയുടെ ഓർമ്മ ദിനമായി സർവകലാശാലകൾ ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച് ഗവർണർ VC-മാർക്കാണ് സർക്കുലർ നൽകിയത്. എന്നാൽ ഈ ആഹ്വാനത്തിനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഭരണപ്രതിപക്ഷം ഉയർത്തുന്നത്. ഓഗസ്റ്റ് 15 പുറമെ മറ്റൊരു ദിനാചരണം വേണമെന്ന ആശയം സംഘപരിവാർ ബുദ്ധികേന്ദ്രമാണെന്നും ബ്രിട്ടീഷ് രാജിന് പാദസേവ ചെയ്തവരാണ് സ്വാതന്ത്ര്യദിനത്തെ താഴ്ത്തിക്കെട്ടുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. സംഘപരിവാറിന്റെ വിഭജന രാഷ്ട്രീയ അജണ്ടകൾക്കനുസൃതമായി രാജ്ഭവനിൽ നിന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത്തരം അജണ്ടകൾക്ക് സർവകലാശാലകളെ വിട്ടു നൽകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി വിഭജന ഭീതി ദിനം ആചരിക്കാനായി നിർദ്ദേശം നൽകാൻ ഗവർണർക്ക് എന്ത് അധികാരമെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. സമാന്തരമായി ഗവർണർ തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. വിഭജന ഭീതി ദിനം ആചരിക്കാനുള്ള ഗവർണറുടെ ആഹ്വാനം നെറികെട്ട രാഷ്ട്രീയമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചു. ഗവർണർ ആർലേക്കർ രാജ്ഭവനെ വീണ്ടും RSSന്റെ കാര്യാലയം പോലെ ആക്കുകയാണ്. ഇന്നത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എല്ലാ യൂണിവേഴ്സിറ്റികളും അവയുടെ മുൻകൈയിൽ എല്ലാ കോളേജുകളിലും ഓഗസ്റ്റ് 14 ഹൊറർ ഡേ ആയിട്ട് ആചരിക്കണമെന്നാണ്. എന്തൊരു നെറികെട്ട ദേശദ്രോഹ പ്രവൃത്തിയാണെന്ന് എല്ലാ ഇന്ത്യക്കാരും ചോദിക്കുകയാണ്. ഭരണ പ്രതിപക്ഷത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നടങ്കം ഗവർണറുടെ നിർദ്ദേശത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ രാജ്ഭവന്റെ നീക്കമാണ് ഇനി അറിയേണ്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിന് അനുമതി തേടി ബെവ്കോ. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കുള്ള ബെവ്കോയുടെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിട്ടില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ അധിക വരുമാനമുണ്ടാകുമെന്നാണ് ബെവ്കോയുടെ വാദം. ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി തേടി ബെവ്കോ. ഡ്രാഫ്റ്റ് ബിയറിനും ക്രാഫ്റ്റ് ബിയറിനും അനുമതി നൽകണമെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും ഇവ വിൽക്കാൻ അനുമതി നൽകിയാൽ അധിക വരുമാനം ഉണ്ടാകുമെന്നും ബെവ്കോ നൽകിയ ശുപാർശയിൽ പറയുന്നു. ബ്രൂവറികളിൽ നിന്ന് തത്സമയം വിവിധ ഫ്ലേവറുകളിൽ ഉണ്ടാക്കുന്നതാണ് ക്രാഫ്റ്റ് ബിയർ. കുപ്പികളിലെ ബിയറിന് പകരം മെഷീനിൽ നിന്ന് നേരിട്ട് പകർന്നു നൽകുന്നതാണ് ഡ്രാഫ്റ്റ് ബിയർ. നിരവധി കമ്പനികൾ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. വിദേശ ബിയർ വിൽപ്പനയ്ക്കും അനുമതി നൽകണമെന്നാണ് ബെവ്കോ ശുപാർശ നൽകിയിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി നൽകിയാൽ 500 കോടി അധിക വരുമാനം ഉണ്ടാകുമെന്നാണ് ബെവ്കോ വ്യക്തമാക്കുന്നത്. ഓൺലൈൻ വഴിയുള്ള മദ്യവിൽപ്പനയ്ക്കായി ബെവ്കോ ശുപാർശ നൽകിയിരുന്നെങ്കിലും ഇക്കാര്യം പരിഗണനയില്ലെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. എന്നാൽ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും MB രാജേഷ് പറഞ്ഞിരുന്നു. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ സർക്കാർ നിലപാട് അനുകൂലമായതിനാൽ ഇൻസ്റ്റന്റ് ബിയർ വിൽക്കാൻ അനുമതി ലഭിക്കുമെന്നാണ് ബെവ്കോയുടെ പ്രതീക്ഷ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റന്റ് ബിയർ വിതരണം ചെയ്യുകയാണെങ്കിൽ 500 കോടിയുടെ അധിക വരുമാനം ലഭിക്കുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടലൂരി. ശുപാർശ സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. ഓൺലൈൻ മദ്യവിൽപ്പന ഭാവിയിൽ സർക്കാർ അംഗീകരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നും ഹർഷിത അട്ടലൂരി അമൃത വാർത്തകളോട് പ്രതികരിച്ചു. കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റിനാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് ഈ ഇങ്ങനത്തെ വൈബ്രൻറ്റ് നൈറ്റ് ലൈഫ് ആയാലും ശരി, ദിസ് കൈൻഡ് ഓഫ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അത്രയും ടൂറിസ്റ്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും. ഇന്ത്യ ഒമാൻ സ്വതന്ത്ര വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിലാകും. ഇതിനായുള്ള ചർച്ചകൾ പൂർത്തിയായെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ് പാർലമെന്റിനെ അറിയിച്ചു. 2023 സെപ്പ എന്നറിയപ്പെടുന്ന സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ ഇന്ത്യയും ഒമാനും ആരംഭിക്കുന്നത്. GCC രാജ്യങ്ങളിൽ ഇന്ത്യയുടെ 3ാമത്തെ വലിയ കയറ്റുമതി രാജ്യമാണ് ഒമാൻ. കരാർ നിലവിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാകും. 2022 മുതൽ ഇന്ത്യയും UAEയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിലുണ്ട്. UAEയിൽ മഴ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഈ വർഷം 172 ക്ലൗഡ് സീഡിംഗ് വിമാനങ്ങൾ ഉപയോഗിച്ചതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. രാജ്യത്തിന്റെ സുസ്ഥിര ജലസുരക്ഷാ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കൂടുതൽ മഴ ലഭിക്കേണ്ടത് ആവശ്യമാണ്. 10 മുതൽ 25% വരെ കൂടുതൽ മഴ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്ലൗഡ് സീഡിംഗ് പദ്ധതി നടപ്പാക്കുന്നത്. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ മേഘങ്ങളുടെ ഘടന മനസ്സിലാക്കിയാണ് ക്ലൗഡ് സീഡിംഗ് നടത്തുന്നത്. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത എയർക്രാഫ്റ്റുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നാനോ വസ്തുക്കളും UAEയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സീഡിംഗ് ഏജന്റുമാണ് ക്ലൗഡ് സീഡിംഗിനായി ഉപയോഗിക്കുന്നത്. അതേസമയം അടുത്ത 2 ആഴ്ചക്കാലം രാജ്യത്ത് കനത്ത ചൂട് കാലാവസ്ഥയായിരിക്കുമെന്ന് UAE കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്.
14ാമത് ഷാർജ ഏകത നവരാത്രി സംഗീതോത്സവം സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ ഷാർജ ലുലു സെൻട്രൽ മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 300-ലേറെ സംഗീത കച്ചേരികൾ 3 ദിവസങ്ങളിലായി നടക്കും. കർണാടക സംഗീത മേഖലയിലെ പ്രശസ്ത വ്യക്തികൾക്ക് നൽകിവരുന്ന ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാര സമർപ്പണവും സംഗീതോത്സവത്തിന്റെ ഭാഗമായി നടക്കും. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെയാണ് എല്ലാ വർഷവും ഷാർജയിലെ പ്രവാസി കൂട്ടായ്മയായ ഏകത നവരാത്രി മണ്ഡപം സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ ചെങ്കോട്ടൈ SK ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്കാണ് ഈ വർഷത്തെ ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം സമ്മാനിക്കുക. അരങ്ങേറ്റം, പ്രതിഭ, വിദ്വാൻ, വിദുഷി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായി 300-ലേറെ കച്ചേരികൾ ഈ വർഷം അരങ്ങേറുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഹിന്ദുസ്ഥാനി, ഹരികഥ, ലയവിന്യാസം എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള കച്ചേരികളും ഉപകരണ സംഗീത പ്രകടനങ്ങളും സംഗീതോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. ഇന്ത്യയിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പക്കമേള പ്രതിഭകൾ കച്ചേരികൾക്ക് അകമ്പടി സേവിക്കും. Navaratri Sangeetotsavam will be held on Lulu Center on September 26, 27, 28. 28th being the award ceremony day. 5000-ലേറെ കുടുംബങ്ങൾ അംഗങ്ങളായുള്ള UAE-ലെ തന്നെ ഏറ്റവും വലിയ പ്രവാസി കൂട്ടായ്മകളിലൊന്നാണ് ഷാർജ ആസ്ഥാനമായ ഏകത. ഏറ്റവും കൂടുതൽ രക്തദാനം നടത്തിയതിന് ഷാർജ ആരോഗ്യ വകുപ്പിന്റെ പുരസ്കാരങ്ങൾ 1-ലേറെ തവണ ഏകത നേടിയിട്ടുണ്ട്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റുമായി സഹകരിച്ച് അന്താരാഷ്ട്ര യോഗാ ദിനം ഉൾപ്പെടെയുള്ള പരിപാടികളും വിവിധ സാമൂഹ്യ സേവന പദ്ധതികളും ഏകത നടപ്പാക്കി വരുന്നു. ഏകത പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VK പ്രസന്നൻ, കൾച്ചറൽ കൺവീനർ പ്രവീൺ കുമാർ, ഫിനാൻസ് അഡ്വൈസർ കൃഷ്ണദാസ്, നവരാത്രി മണ്ഡപം സംഗീതോത്സവം ജനറൽ കൺവീനർ ബിനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അമൃത ന്യൂസ്, ഷാർജ. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനിൽ നിന്ന് കുവൈറ്റിലേക്ക് തൊഴിലാളികൾ എത്തുന്നു. ഇതിനായുള്ള പദ്ധതി ആരംഭിച്ചതായി പാകിസ്ഥാൻ പ്രവാസികാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഓവർസീസ് എംപ്ലോയ്മെന്റ് ഏജൻസി അറിയിച്ചു. നിർദ്ദിഷ്ട യോഗ്യതകളും പ്രവൃത്തി പരിചയമുള്ള പാകിസ്ഥാൻ തൊഴിലാളികളെയാണ് വിവിധ തസ്തികകളിൽ നിയമിക്കുന്നത്. വെയർഹൌസ് കോർഡിനേറ്റർ, വെയർഹൌസ് വർക്കർമാർ, കാർപ്പന്റർ, അൺസ്കിൽഡ് ലേബർ, പോസ്റ്റൽ ലോജിസ്റ്റിക്സ്, ഡെലിവറി വർക്കർ എന്നീ തസ്തികകളിലേക്കാണ് തൊഴിലാളികൾ വരുന്നത്. വർഷങ്ങളായി കുവൈറ്റ് പാകിസ്ഥാനിലേക്ക് വിസ നൽകാറില്ലായിരുന്നു. കുവൈറ്റിൽ ജനറൽ ട്രാഫിക് വകുപ്പ് എല്ലാ ഗവർണറേറ്റുകളിലും ഗതാഗത സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുന്നു. ഈ ക്യാമ്പയിനുകളുടെ ഫലമായി വിവിധ നിയമലംഘനങ്ങൾക്കായി 27,593 പേർക്ക് നോട്ടീസ് നൽകുകയും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച 28 പ്രായപൂർത്തിയാകാത്തവരെ ജുവൈനൽ പ്രോസിക്യൂഷനിലേക്ക് റഫർ ചെയ്യുകയും ചെയ്തു. കൂടാതെ നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തതായി പ്രതിവാര ട്രാഫിക് പെട്രോളിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പോയ വാരത്തിൽ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട 56 പേരെ അറസ്റ്റ് ചെയ്യുകയും കാലാവധി കഴിഞ്ഞ റെസിഡൻസി പെർമിറ്റുള്ള 115 പേരെ പിടികൂടുകയും ചെയ്തു. ഇസ്രയേലിലേക്ക് ചരക്ക് നീക്കം ചെയ്യുന്നത് സംബന്ധിച്ച് വിവിധ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രചരിപ്പിച്ച ആരോപണങ്ങൾ സൗദി ഷിപ്പിംഗ് കമ്പനി ബഹ്റി നിഷേധിച്ചു. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് കമ്പനി പറഞ്ഞു. പലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട സൗദി അറേബ്യയുടെ സ്ഥാപിത നയങ്ങളോടും സമുദ്ര ഗതാഗത പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന എല്ലാ പ്രാദേശിക അന്തർദേശീയ നിയമങ്ങളോടും ചട്ടങ്ങളോടും പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധമാണെന്ന് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രയേലിലേക്ക് ഒരുവിധ ചരക്കുകളും ഒരു തരത്തിലും ഒരു കാലത്തും കമ്പനി നീക്കം ചെയ്തിട്ടില്ല. പ്രചരിപ്പിക്കുന്ന വാർത്തകളുടെ കൃത്യത പരിശോധിക്കാനും ഔദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ തേടാനും കമ്പനി മാധ്യമങ്ങളോട് ആവശ്യപ്പെട്ടു. സൗദി വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വക്താവായി മുന അൽ അജ്മയെ നിയമിച്ചതായി സൗദി മന്ത്രാലയം അറിയിച്ചു. പുതിയ അധ്യയന വർഷത്തിന് മുന്നോടിയായാണ് ഈ നിയമനം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ നേതൃസ്ഥാനങ്ങളിൽ വനിതകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും സ്ഥാപനപരമായ ആശയവിനിമയത്തെ പിന്തുണയ്ക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത ഈ നടപടി സ്ഥിരീകരിക്കുന്നു. കുവൈറ്റിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ പവർ പ്ലാന്റ് പദ്ധതി കരാറിൽ ഒപ്പുവച്ചു. 2028 ആകുമ്പോഴേക്കും നോർത്ത് അൽസൂർ പവർ ആൻഡ് വാട്ടർ ഡിസാലിനേഷൻ പദ്ധതിയുടെ ഉൽപ്പാദനശേഷി ഇരട്ടിയാക്കുന്നതിന്റെ ഭാഗമായി കുവൈറ്റ് 1 ബില്യൺ KD ചെലവ് വരുന്ന കരാറിലാണ് ഒപ്പുവെച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതികളുടെ മേൽനോട്ടം വഹിക്കുന്ന കുവൈറ്റ് അതോറിറ്റി ഫോർ പാർട്ട്ണർഷിപ്പ് പ്രോജക്ട്സ്, സൗദി ACWA പവർ കമ്പനിയും ഗൾഫ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനും ഉൾപ്പെടുന്ന കൺസോർഷ്യവുമായാണ് പവർ പ്ലാന്റ് പദ്ധതിയുടെ രേഖയിൽ ഒപ്പുവെച്ചത്. അൽസൂർ നോർത്ത് പ്ലാന്റിന്റെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഘട്ടങ്ങൾ 2700 മെഗാവാട്ട് വൈദ്യുതിയും 120 ദശലക്ഷം ഇംപീരിയൽ ഗാലൻ ഡീസാലിനേറ്റഡ് ജലവും ഉൽപ്പാദിപ്പിക്കാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്.
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവിയെ സന്ദർശിച്ചു. കൊല്ലം വള്ളിക്കാവിലെ അമൃതപുരി ആശ്രമത്തിലെത്തിയാണ് അദ്ദേഹം അമ്മയുടെ അനുഗ്രഹം വാങ്ങിയത്. ഉച്ചയോടെ ആശ്രമത്തിലെത്തിയ രാജീവ് ചന്ദ്രശേഖറിനെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം അമ്മയുമായി ഏറെ നേരം സംസാരിച്ചു. BJP ജില്ലാ നേതാക്കളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ക്രിസ്റ്റൽ പാലസിനെ കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്താനുള്ള യുവേഫയുടെ തീരുമാനം ശരിവെച്ച് കായിക തർക്ക പരിഹാര കോടതി. യുവേഫയുടെ മൾട്ടി ക്ലബ്ബ് നിയമത്തിനു വിരുദ്ധമായതിനാൽ ക്രിസ്റ്റൽ പാലസിനെ യൂറോപ്പ ലീഗ് കളിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു യുവേഫയുടെ തീരുമാനം. യുവേഫയുടെ ബഹു ഉടമസ്ഥ നിയമപ്രകാരം ടീമിനെ 3ാം ഡിവിഷൻ മത്സരമായ കോൺഫറൻസ് ലീഗിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. ക്രിസ്റ്റൽ പാലസ് ഉടമസ്ഥനായിരുന്ന ജോൺ ടെക്സ്റ്ററിന് ഫ്രഞ്ച് ക്ലബ്ബായ ഒളിമ്പിക് ലിയോണിൽ ഉടമസ്ഥതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തീരുമാനം. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ തോൽപ്പിച്ച് FA കപ്പ് ജേതാക്കളായതോടെയാണ് ക്രിസ്റ്റൽ പാലസിന് യൂറോപ്പ ലീഗ് കളിക്കാൻ യോഗ്യത ലഭിച്ചത്. ക്രിസ്റ്റൽ പാലസ് ആരാധകർ യുവേഫ നടപടിക്കെതിരെ സ്റ്റേഡിയത്തിന് പുറത്തായി നേരത്തെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ഇന്നലെ ലിവർപൂളിനെ തോൽപ്പിച്ച് FA കമ്മ്യൂണിറ്റി ഷീൽഡ് നേടിയ പാലസിന് ഉടൻ തന്നെ കോൺഫറൻസ് ലീഗ് യോഗ്യതാ മത്സരങ്ങൾ കളിക്കേണ്ടി വരും. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.